ഹലോ മക്കൾസ്, പബ്ലിക് എക്സാമിൻ്റെ ഓരോരോ തിരക്കുകളിലേക്ക് മക്കൾസ് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന സമയങ്ങളിലാണ്. ലാബ് എക്സാം, പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം പല സ്റ്റുഡൻസിനും മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാനുള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലാബ് എക്സാം, നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം അടിപൊളിയാക്കണം, സെറ്റാക്കണം, സൂപ്പർവാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളിതാ കെമിസ്ട്രിയുടെ ക്ലാസ്സുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 2 ടെസ്റ്റുകളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് എന്നെൻ്റെ മക്കൾസിന് അറിയാം. ഒന്ന് സോൾട്ട് അനാലിസിസും മറ്റൊന്ന് വോളിയോമെട്രിക് അനാലിസിസും. സോൾട്ട് അനാലിസിസ് എങ്ങനെ ചെയ്യണം, വോളിയോമെട്രിക് അനാലിസിസ് എങ്ങനെ ചെയ്യണം, അസിഡിമെട്രി ആൽക്കലിമെട്രി എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതിൻ്റെ ക്ലാസ് നമ്മൾ തന്നു കഴിഞ്ഞു. ഇനി ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുതിയെടുക്കേണ്ടത് എങ്ങനെ? കാരണം നിങ്ങൾക്കറിയാം, ചെയ്യുന്നതിനേക്കാൾ മാർക്ക് എഴുതി കൊടുത്ത് ആൻസർ ഷീറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ്. ആ എഴുതിയത് നോക്കിയിട്ടാണ് നിങ്ങളുടെ എക്സാമിനർ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. അപ്പോൾ എഴുതാൻ നിർബന്ധമായിട്ടും പഠിക്കണം. എഴുതാൻ അറിഞ്ഞാലേ നിങ്ങളുടെ പ്രാക്ടിക്കലിൽ ഫുൾ സ്കോർ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് പേടിക്കണ്ട. എഴുതാൻ വളരെ ഈസിയാണ്. എങ്ങനെ ഈസി ആയിട്ട് എഴുതാൻ പഠിക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളിതാ എക്സാം ഹാളിലേക്ക് കയറുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുക. ഞാൻ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുകയാണ്. നിങ്ങൾ ലാബ് എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടാവും. റെക്കോർഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ഹോൾ ടിക്കറ്റും റെക്കോർഡുമായിട്ട് എക്സാമിനറുടെ മുന്നിൽ കൊടുക്കും, അവിടെ ടേബിളിൽ വെക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്ലേസിൽ പോയി നിൽക്കും, ലാബിൽ പ്ലേസിൽ പോയി നിൽക്കും. അങ്ങനെ നിങ്ങൾ ടൈം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ തരും. നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആ ലാബിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണോ തരുന്നത് അതിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ, ഇത് 2 ഉണ്ടാവില്ല, 3 ഉണ്ടാവും, ചിലപ്പോൾ 5 ഉണ്ടാവും. അങ്ങനെ ഈ 5 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യന് 15 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് 3 മാർക്ക്, തേർഡ് ക്വസ്റ്റ്യന് 16 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, അങ്ങനെ ടോട്ടൽ 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. ഓരോരുത്തർക്ക് വ്യത്യസ്തമായിരിക്കും ഇവിടെ തരിക, ഓരോരുത്തർക്ക് ഇവിടെ വ്യത്യസ്തമായിരിക്കും തരിക. അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് തന്നതെന്ന് മനസ്സിലാക്കണം. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ്, ഫോർ എക്സാമ്പിൾ ചില ആളുകൾക്ക് NaOH എന്ന് തന്നിട്ടുണ്ടാവും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി തരും. ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl. ചില ആളുകൾക്ക് ഇത് തിരിച്ചു തരും. എവിടെ NaOH എഴുതിയെടുത്ത് HCl തരും, HCl എഴുതിയെടുത്ത് NaOH തരും, അങ്ങനെയും തരും. കണ്ടെയ്നിങ് 3.7 gram per liter. ഇങ്ങനെയാണ് ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്? വോളിയോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വോളിയോമെട്രി നമ്മൾ ടൈട്രേഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അത് ചെയ്തിട്ട് ആ ചെയ്തതിൻ്റെ കാൽക്കുലേഷൻ എഴുതുന്നതിനാണ് 15 മാർക്സ്. റെഡി? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം. റെഡി? ദെൻ ആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ ഷീറ്റ് തരും. ആ ആൻസർ ഷീറ്റിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വിത്തിൻ 5 minutes നിങ്ങൾ എഴുതി കൊടുക്കണം. ആദ്യത്തെ പണി അതാ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വിത്തിൻ 5 minutes എല്ലാവരും എഴുതി കൊടുക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പിക്കാം. അത് തെറ്റാണ്ട് സിമ്പിളായിട്ട് എഴുതിയെടുത്താൽ 3 മാർക്ക് ഉറപ്പിക്കാം. എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്ന ആളില്ലേ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ തോന്നുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുക. ഈ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുന്നതിനാണ് 3 മാർക്ക്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിളും പ്രൊസീജിയറും എങ്ങനെ എഴുതാം. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്ന ആ NaOH HCl എന്ന് പറഞ്ഞിട്ട് ബേസ് വാസിനും തന്നിട്ടുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇക്വേഷനാണ് പ്രിൻസിപ്പിൾ. അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നിങ്ങൾ എഴുതണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. ഇതിനാണ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. അത് എഴുതി കൊടുക്കുന്നതിന് 1 മാർക്ക്. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിപ്പറ്റിലാരാ, ബ്യൂററ്റിലാരാ, ഇൻഡിക്കേറ്റർ ഏതാ യൂസ് ചെയ്തത്, കളർ ചേഞ്ച് ഏതാ എന്നിങ്ങനെ 4 കാര്യങ്ങൾ എഴുതുന്നതിനാണ് നിങ്ങൾക്ക് 2 മാർക്ക്. ഓരോ കാര്യങ്ങൾക്കും 1/2 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 2 മാർക്ക്. ടോട്ടൽ ആ ക്വസ്റ്റ്യന് 3 മാർക്ക്. അപ്പോൾ പ്രിൻസിപ്പിൾ എങ്ങനെ എഴുതാം? പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കടാ. പ്രിൻസിപ്പിൾ ഒരാൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എഴുതുന്നത് NaOHഉം HCl ആണ്. ഈ തന്ന ക്വസ്റ്റ്യനിൽ NaOHഉം HCl ആണ് തന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെ എഴുതാം? വെരി സിമ്പിൾ. പ്രിൻസിപ്പിൾ എങ്ങനെ എഴുതാം? നിങ്ങൾ എഴുതേണ്ടത് NaOH അല്ലേ നിങ്ങൾക്ക് തന്നത്, അപ്പോൾ NaOH
പ്ലസ് HCl അല്ലേ നിങ്ങൾ അതിലേക്ക് എടുത്തത്, പ്ലസ് HCl. ഫസ്റ്റ് 5 മിനിറ്റ്സിൽ ആദ്യം എഴുതണം കേട്ടോ, പെട്ടെന്ന് എഴുതണം. NaOH പ്ലസ് HCl ഗീവ്സ്, വെരി സിമ്പിൾ. ഒരു ആസിഡും ഒരു ബേസും റിയാക്ട് ചെയ്താൽ എന്തായാലും അവിടെ സോൾട്ടും വാട്ടറും ഉണ്ടാവും. സോ അവിടുന്ന് വാട്ടർ പോകും എന്ന് പറഞ്ഞാൽ ഈ OHും ഈ Hഉം കൂടെ റിയാക്ട് ചെയ്ത് H2O ഉണ്ടാവും. ബാക്കി അവിടെ ആരാളുള്ളത്? OH ഇവിടുന്ന് പോയാൽ Na ബാക്കി, H അവിടുന്ന് പോയാൽ Cl ബാക്കി. സോ NaCl. ഇതെഴുതുന്നതിനാണ് നിങ്ങൾക്ക് 1 മാർക്സ്. 1 മാർക്ക് ഇതിന് കിട്ടുകയാണ്. സോ NaOH പ്ലസ് HCl ഗീവ്സ് NaCl പ്ലസ് H2O എന്നങ്ങ് എഴുതി കൊടുത്താൽ മതി. ദെൻ പ്രൊസീജിയർ ഇതാണെങ്കിൽ ഇനി തിരിച്ച് HCl NaOH എന്നാലും ഇത് തന്നെ ഇക്വേഷൻ. ഇനി ആളുകൾ മാറുന്നതനുസരിച്ച് ഇക്വേഷൻ മാറും, അതും ഞാൻ പറഞ്ഞുതരാം. ആദ്യം പ്രൊസീജിയർ, അടുത്തത് പ്രൊസീജിയർ എഴുതി കൊടുക്കുകയാണ്. പ്രൊസീജിയർ ചില സ്കൂളുകളിലെങ്കിലും ചിലപ്പം കുറച്ച് നീട്ടി വലിച്ച് എഴുതേണ്ടി വരും. എന്ത്, നിങ്ങൾ തന്ന സൊല്യൂഷൻ മെയ്ഡ് അപ്പ് ടു 100 ml ഇൻ എ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. The given solution made up to 100 ml in a standard flask, then 20 ml pipetted out into conical flask എന്നൊക്കെ പറഞ്ഞ് എഴുതേണ്ടി വരും. എങ്ങനെ എഴുതിയാലും ഈ 4 പോയിന്റ് അതിൽ വരണം. ചില സ്കൂളുകളിൽ ഈ 4 പോയിന്റ് അങ്ങ് വന്നാൽ മതി, കാരണം ഓരോ പോയിന്റിന് 1/2 മാർക്ക്, അത് എഴുതിയാൽ മതി എന്ന് പറയും. ചിലപ്പം ഈ 4 പോയിന്റും കൂടെ ചേർത്ത് ഒരു സെൻറ്റൻസ് ആക്കി എഴുതാനും പറയും. അത് നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ എഴുതി കൊടുക്കുക. സോ സൊല്യൂഷൻ ഇൻ പിപ്പറ്റ്, മക്കളെ ഏതൊരു റിയാക്ഷൻ തന്നാലും പിപ്പറ്റിൽ എപ്പോഴും ബേസ് ആയിരിക്കും. സോ നമ്മുടെ ബേസ് ഏതാ? NaOH. അപ്പോൾ NaOH ആണ് പിപ്പറ്റിൽ. ഏതൊരു റിയാക്ഷൻ തന്നാലും ബ്യൂററ്റിൽ എപ്പോഴും ആസിഡ് ആയിരിക്കും. അസിഡിമെട്രിയോ ആൽക്കലിമെട്രിയോ ചെയ്യുമ്പോൾ അത് അസിഡിമെട്രി ആയിക്കോട്ടെ ആൽക്കലിമെട്രി ആയിക്കോട്ടെ, ബ്യൂററ്റിൽ എപ്പോഴും ആസിഡ്. അപ്പോൾ തന്ന ആസിഡ് ആരാ? HCl. ദെൻ ഇൻഡിക്കേറ്റർ യൂസ്ഡ്, സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ആണല്ലോ ഇവിടെ ഉപയോഗിച്ചത്. മിക്കവാറും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ആസിഡ് ഫിനോഫ്തലിനായിരിക്കും, ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിനായിരിക്കും. ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചുമാണ് സാധാരണ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് വ്യത്യാസം വരുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എനിവേ നിങ്ങൾക്ക് അധികം യൂസ് ചെയ്യാനുള്ളവ നിങ്ങൾക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൊക്കെയും ഫിനോഫ്തലിനായിരിക്കും. ഇനി ഏതെങ്കിലും സ്കൂളിൽ മീഥൈൽ ഓറഞ്ച് വെച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫിനോഫ്തലിനായിരിക്കും അധികം നിങ്ങൾക്കുള്ള ഇൻഡിക്കേറ്റർ. സോ ഫിനോഫ്തലിൻ. എപ്പോഴാണ് മീഥൈൽ ഓറഞ്ച് ചേർക്കുക എന്നും മീഥൈൽ ഓറഞ്ച് ചേർക്കുമ്പോഴുള്ള കളർ ചേഞ്ചൊക്കെ ഞാൻ വേറെ തന്നെ പറഞ്ഞുതരാം. സോ ഇപ്പോൾ തൽക്കാലം ഫിനോഫ്തലിൻ, മിക്കവാറും നിങ്ങൾക്ക് എഴുതേണ്ടത് ഫിനോഫ്തലിൻ എന്നായിരിക്കും. അപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന കളർ ചേഞ്ച് എന്താ? ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് ആണെങ്കിൽ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ പിന്നെ അതിലേക്ക് ആക്കുന്ന സമയത്ത് ബേസുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് പിങ്ക് കളറായിരിക്കും. പിന്നെ ആസിഡ് ചേർത്ത് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ അത് കളർലെസ് ആവും. അഥവാ ബേസ് മൊത്തം തീരുമ്പോൾ കളർലെസ് ആവും. എന്ന് പറഞ്ഞാൽ പിങ്ക് കളറായിരുന്ന ആൾ എന്താവും? പിങ്ക് ചേഞ്ചസ് ടു കളർലെസ്. പിങ്ക് കളർ ചേഞ്ചസ് ടു കളർലെസ്, അല്ലെങ്കിൽ പിങ്ക് ബിക്കം കളർലെസ്. ഇതാണ് കളർ ചേഞ്ച്. പിങ്ക് കളറായിരുന്നു ഉണ്ടായിരുന്നത്, അത് ചേഞ്ചസ് ടു കളർലെസ് ആയി. ഇത്രയും 4 കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊസീജിയറിൽ എഴുതി കൊടുക്കേണ്ടത്. ഇത്രയും എഴുതി കൊടുക്കുന്നതിനാണ് 3 മാർക്ക്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ചില ആളുകൾ ചിലപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കി എഴുതേണ്ടി വരും. അങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്ന സൊല്യൂഷൻ NaOH അല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഗിവൺ സൊല്യൂഷൻ അഥവാ ഗിവൺ NaOH സൊല്യൂഷൻ. ഗിവൺ NaOH സൊല്യൂഷൻ മെയ്ഡ് അപ്പ് ഇൻ ടു 100 ml ഇൻ എ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഈ NaOH 100 ml ആക്കും. Then 20 ml pipetted out. അങ്ങനെയാണ് ആ പിപ്പറ്റ് വരുന്നത്. 20 ml pipetted out into a conical flask. ഇതിൽ നിന്ന് 20 ml കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ചെയ്യും. ദെൻ ബ്യൂററ്റ് ഈസ് സെറ്റ് വിത്ത് ആസിഡ്, ഗിവൺ ആസിഡ് അഥവാ HCl. ബ്യൂററ്റ് ഈസ് സെറ്റ് വിത്ത് ആസിഡ്. ദെൻ ഇൻഡിക്കേറ്റർ ഏതാ യൂസ് ചെയ്യുന്നത്? ദെൻ നിങ്ങളുടെ ആസിഡും ബേസും നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നു. അറ്റ് ദ എൻഡ് പോയിന്റ് phenolphthalein is added to conical flask. Phenolphthalein added to conical flask. 1 or 2 drops phenolphthalein is added to conical flask. Then on titration നിങ്ങൾക്ക് at the end point ആണ് റിയാക്ഷൻ തീർന്നോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത്. At the end point pink color changes to colorless. Pink become colorless. Then reaction is repeated until get the concordant values. നിങ്ങൾക്ക് അടുപ്പിച്ച് എപ്പോഴാണ് അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞെന്നാണ്. നിങ്ങൾക്കൊരു വാല്യൂ കിട്ടി, ആ വാല്യൂ തന്നെ റിപ്പീറ്റ് ആയിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പിലും കിട്ടിയാൽ, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടിയാൽ അവിടെ വരെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് കൺകോർഡൻറ്റ് വാല്യൂ എന്ന് പറയുക. അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. സോ ഇതാണ് പ്രിൻസിപ്പിളും പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ എഴുതിയെടുക്കേണ്ടത്. ആദ്യത്തെ 3 മാർക്ക് നിങ്ങൾക്ക് നേടിത്തരുന്നത് ഇതാണ്. ഓക്കെ അല്ലേ? ദെൻ അത് എഴുതി കൊടുത്തതിന് ശേഷം ഇത് നിങ്ങൾ എഴുതി കൊടുത്ത് ആൻസർ ഷീറ്റ് കൊടുത്തു, ടീച്ചറിന് കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകളോട് പറയും ഈ വോളിയോമെട്രി ചെയ്യാൻ പറയും. ചില ആളുകളോട് 3ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയും. 3ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? സോൾട്ട് അനാലിസിസ്.
ചില ആളുകൾ ഇപ്പം 10-40 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 20 സ്റ്റുഡൻസിനോട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയും, ബാക്കി 20 സ്റ്റുഡൻസിനോട് മൂന്നാമത്തെ ക്വസ്റ്റ്യനും ചെയ്യാൻ പറയും. എല്ലാവരോടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വാങ്ങിയതിന് ശേഷം. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെ വോളിയോമെട്രി ചെയ്ത് കഴിഞ്ഞു നമ്മൾ ടൈട്രേഷനൊക്കെ ചെയ്ത് നമ്മുടെ വാല്യൂ ഒക്കെ കിട്ടി, ബ്യൂററ്റിൽ വാല്യൂ ഒക്കെ കിട്ടി, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ വോളിയോമെട്രിയുടെ കാൽക്കുലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ NaOH HCl വെച്ച് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രിൻസിപ്പിൾ എഴുതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കി സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾക്ക് NaOH HCl അല്ലെങ്കിലോ വരുന്നത് വേറെ ആണെങ്കിൽ ഞങ്ങൾ എങ്ങനെ പ്രിൻസിപ്പിൾ എഴുതും, അതൊന്ന് പറഞ്ഞുതരാമോ, അത് സാർ എന്താ പറയാത്തത് എന്നായിരിക്കും ചില ആളുകൾ ആലോചിക്കുന്നത്. അപ്പം ബാക്കി കുറച്ചും കൂടി ആളുകളാണെങ്കിൽ NaOH HCl അല്ല വേറെ 2 ബേസുകളാണ്, ഒരു ബേസും ഒരു ആസിഡുമാണ് തരുന്നതെങ്കിൽ, വേറെ ബേസും ആസിഡുമാണ് തരുന്നതെങ്കിൽ എങ്ങനെ എഴുതാം എന്നുള്ളതൊന്ന് കോമൺ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉള്ള കുറച്ച് ബേസുകളും ആസിഡുകളും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. നിങ്ങൾക്കറിയാം, ഒരു ബേസും ഒരു ആസിഡും ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും അവിടെ സോൾട്ടും വാട്ടറും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ KOH HNO3 സിമ്പിളായിട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതാം. ഇതിലൊരു യാതൊരു ഡൗട്ടും വേണ്ട. OHും Hും കൂടെ കൂടി ചേർന്ന് H2O ഉണ്ടാവും. ബാക്കി NO3യുടെ കൂടെ K പോയിട്ട് KNO3 + H2O. അപ്പോൾ ഒറ്റയടിക്ക് എഴുതാവുന്നതാണ്. HCl തരികയാണെങ്കിൽ അല്ലെങ്കിൽ HNO3 തരികയാണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതാം. എന്നാൽ H2SO4 വരികയും ഇവിടെ NaOH ആണ് വന്നതെങ്കിൽ, H2SO4 NaOH ആണ് വന്നെങ്കിൽ മക്കൾ മനസ്സിലാക്കണം, ഇവിടെ 2 H ഉണ്ട്, ഇവിടെ ഒരു OH ഉള്ളൂ. അപ്പോൾ ശരിക്കും ഈ Na എന്ന് പറയുന്ന ആൾ SO4ൻ്റെ കൂടെ പോകും. പക്ഷേ SO4ൻ്റെ ചാർജ് 2- ആയതുകൊണ്ട് ഒരു സോഡിയം പോരാ, 2 സോഡിയം വേണം. കാരണം ഒരു സോഡിയത്തിൻ്റെ ചാർജ് 1+. സോ മക്കളെ, NaSO4 എന്നുള്ള പ്രൊഡക്റ്റ് അല്ല ഉണ്ടാവുക, Na2SO4 എന്നുള്ള പ്രൊഡക്റ്റാണ് ഉണ്ടാവുക. അത് മക്കളൊന്ന് മൈൻഡിൽ സെറ്റാക്കിക്കോ. ഏതുപോലെ KSO4 അല്ല ഉണ്ടാവുക, K2SO4. NaSO4 അല്ല ഉണ്ടാവുക, Na2SO4. അങ്ങനെ Na2 എന്ന് എഴുതണമെങ്കിൽ നിങ്ങളിവിടെ 2 എന്ന് കൊടുക്കണം. അങ്ങനെ നിങ്ങളിവിടെ 2OH കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2Hും വന്നു കഴിഞ്ഞാൽ അഥവാ 2H2O ഉണ്ടാവും. ഒരു H2O അല്ല, 2H2O. ക്ലിയർ അല്ലേ? അപ്പോൾ H2SO4ൻ്റെ കൂടെ Na വന്നു കഴിഞ്ഞാൽ Na2SO4 ആണ് ഉണ്ടാവുക എന്നങ്ങ് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടു. ഇനി മറ്റൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഇതിന് പറഞ്ഞ് KOH വന്നാലും അങ്ങനെ തന്നെ എഴുതുന്നുണ്ടോ, KOH വന്നാൽ K2SO4 എന്ന് വരും. ഇനി മറ്റൊരു പ്രശ്നം, K2CO3 Na2CO3 എന്ന് പറഞ്ഞ മക്കൾ ഒരു ഷോർട്ട് ട്രിക്ക് അങ്ങ് പഠിച്ചോ. CO3യുടെ ആളുകൾ വന്നാൽ എന്തായാലും അത് CO2 ആയിട്ട് ബ്രേക്ക് ആവും. എന്തായാലും അവിടെ CO2 ആയിട്ട് ബ്രേക്ക് ആവും. പ്ലസ് ഒരു H2O ഉണ്ടാവും. അപ്പോൾ CO3 ആണ് വന്നെങ്കിൽ CO2 + H2O, CO2 + H2O എന്തായാലും ഉണ്ടാവും. അത്രയും മാറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് CO2 ഇവിടുന്ന് H2O മാറ്റി കഴിഞ്ഞാൽ ബാക്കി ആരാണോ അതങ്ങ് സോൾട്ടാക്കി എഴുതിയാൽ മതി, കഴിഞ്ഞു. നോക്കടാ, ഇവിടെ ആരാ ബാക്കി? 2K. ഇവിടെ ആരാ ബാക്കി? Cl. അപ്പോൾ 2KCl കയറണമെങ്കിൽ K2Cl അല്ല, KCl ആണ്. പക്ഷെ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ 2KCl എന്ന് എഴുതണം. 2KCl വരണമെങ്കിൽ 2KCl വരണമെങ്കിൽ 2HCl വേണം, കഴിഞ്ഞു. സോ CO3 വരുന്ന ആരെങ്കിലും നിങ്ങളോട് എഴുതി കഴിഞ്ഞാൽ CO2 + H2O എഴുതിക്കൊള്ളുക. ദെൻ അതിൽ വേണ്ട KCl 2 ആയതുകൊണ്ട് 2KCl എഴുതുക, 2HCl. കാരണം Cl 2 ആവാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മക്കളെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ CO2 പോയി, H2O പോയി, ബാക്കി ആരുണ്ടാവുക? ഇവിടെ Na2 ഉണ്ട്, ഇവിടെ SO4 ഉണ്ട്. വെരി സിമ്പിൾ, Na2SO4. റെഡി? ഇങ്ങനെയാണ് എൻ്റെ മക്കൾസ് പ്രിൻസിപ്പിൾ എഴുതേണ്ടത്. ഇതിലേത് തന്നാലും എഴുതുമല്ലോ, 1 മാർക്ക് ഫ്രീ ആയിട്ട് നേടുമല്ലോ. ദെൻ അതിൻ്റെ പ്രൊസീജിയർ എഴുതി കൊടുത്ത് ആദ്യത്തെ 3 മാർക്ക് പോക്കറ്റിലാക്കണേ, ഫസ്റ്റ് ഡേ പോക്കറ്റിലാക്കണേ. റെഡി? അപ്പം ഇനി രണ്ടാമത്തത് നിങ്ങൾ എന്താ ചെയ്യാൻ പോവുക? ചില ആളുകൾ സോൾട്ട് ചെയ്യും, ചില ആളുകൾ വോളിയോമെട്രി ചെയ്യും. അങ്ങനെ ചില ആളുകൾ വോളിയോമെട്രി ചെയ്യുന്ന ആളുകളാണ് ഉള്ളതെങ്കിൽ വോളിയോമെട്രി ചെയ്ത് കഴിയും, ടൈട്രേഷനൊക്കെ ചെയ്ത് കഴിയും. നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നു, പിപ്പറ്റ് ചെയ്യുന്നു, 20 ml എടുക്കുന്നു, 20 ml പിപ്പറ്റ് ചെയ്തെടുക്കുന്നു, ഫിനോഫ്തലിൻ ചേർക്കുന്നു, വാല്യൂ കിട്ടുന്നു. നിങ്ങൾക്ക് ആ വോളിയം ബ്യൂററ്റിലുള്ള പോയിന്റ് നിങ്ങൾ എടുക്കുന്നു. ദെൻ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ എഴുതണ്ടേ? ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ സോൾട്ടും കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നവരുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കാൽക്കുലേഷൻ, എനിക്ക് തോന്നുന്നു ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കാൽക്കുലേഷൻ ചെയ്ത് അത് കാണിക്കുന്നതാണ് നല്ലത്. ദെൻ അത് കൊടുത്തു കഴിഞ്ഞ് ദെൻ സോൾട്ട് ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് എഴുതുമ്പോൾ ചില ട്രിക്കുകളൊക്കെ വരുമല്ലോ. ലാസ്റ്റ് എഴുതുമ്പോൾ അഥവാ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് എങ്ങനെയും ഒപ്പിക്കാലോ എന്നൊക്കെ വിചാരിച്ച് അവസാനത്തിൽ എഴുതുന്നവരുണ്ട്. എന്തായാലും കുഴപ്പമില്ല. എനിവേ, NaOH HCl തന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളെങ്ങനെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇങ്ങനൊരു ടേബിൾ വരയ്ക്കുക. ആൻസർ ഷീറ്റിൽ നിങ്ങളൊരു ടേബിൾ വരച്ചിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ നിങ്ങൾ എഴുതിയത്, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതിയിട്ട് ഈ ടേബിൾ വരയ്ക്കുക. ഒബ്സർവേഷൻ എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് തന്ന ബേസും ആസിഡും ഏതാണെന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് എഴുതുക. അപ്പോൾ NaOH HCl ആണെങ്കിൽ NaOH
ഇൻറ്റു HCl. ഇത് തമ്മിലാണ് നിങ്ങൾ ടൈട്രേഷൻ ചെയ്തത്. പറ്റുമെങ്കിൽ ഇൻഡിക്കേറ്ററും കൂടി അവിടെ എഴുതുക. ഇൻഡിക്കേറ്റർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻഡിക്കേറ്റർ എഴുതിയ അസലായി, അടിപൊളി ആൻസർ ഷീറ്റായി. അപ്പോൾ ഫിനോൾഫ്തലീൻ എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നത് ആരെയാണോ തന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ നിങ്ങൾക്ക് ഒരുപാട് കോളം തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ വലിയ കോളം കണ്ട് പേടിക്കൊന്നും വേണ്ട, സീരിയൽ നമ്പർ എഴുതാനാണ്. ഡോണ്ട് വറി, സീരിയൽ നമ്പർ എഴുതാണ്. ഇവിടെ നിങ്ങൾ വോളിയം ഓഫ് ബേസ് ഫസ്റ്റ് കോളത്തിൽ ഏത് അസിഡിമെട്രി ആയിക്കോട്ടെ ആൽക്കലിമെട്രി ആയിക്കോട്ടെ, ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ വോളിയം ഓഫ് ബേസ് മീൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നത് NaOH ആണെങ്കിൽ വോളിയം ഓഫ് NaOH മില്ലി ലിറ്ററിലായിരിക്കും. അപ്പം മില്ലി ലിറ്റർ വോളിയം ഓഫ് NaOH ഏതാണോ ബേസ് എന്ന് അതായിരിക്കും ഫസ്റ്റ്. അവസാനത്തെ കോളത്തിൽ വോളിയം ഓഫ് HCl, അതാ നിങ്ങൾക്ക് തന്ന ആസിഡ്. അത് ഇനി തിരിച്ചും മറിച്ചും തന്നാലും അവസാനത്തെ കോളത്തിൽ ആസിഡ്, ഫസ്റ്റ് കോളത്തിൽ ബേസ് മറക്കണ്ട. ഈ കോളത്തിൽ ബേസ്, ആ കോളത്തിൽ ആസിഡ്. റെഡി. ദെൻ എപ്പോഴും ഇവിടെ ബ്യൂററ്റ് റീഡിങ്, ഇതൊക്കെ സെറ്റ്, ഇതൊക്കെ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഈ എഴുതിയത് മൊത്തം ബ്യൂററ്റ് റീഡിങ്. ബ്യൂററ്റ് റീഡിങ്ങിൽ 2 ടൈപ്പ് റീഡിങ് നമ്മൾ എഴുതും. അത് ഇനീഷ്യൽ എന്ന് എഴുതും, ദെൻ ഫൈനൽ എന്ന് എഴുതും. ദെൻ മക്കളെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യമാണോ ചെയ്ത്, 2 പ്രാവശ്യമാണോ ചെയ്ത്, 3 പ്രാവശ്യമാണോ ചെയ്ത്, അതിനനുസരിച്ചാണ്. എന്തായാലും മിനിമം 2 പ്രാവശ്യം ചെയ്യണമല്ലോ. സോ ഞാനിപ്പോൾ 3 പ്രാവശ്യം ചെയ്തതെന്ന് വെച്ചോ, 1 2 3. ഞാൻ 3 പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഈ 3 പ്രാവശ്യം ചെയ്യുമ്പോഴും എൻ്റെ NaOH ബേസിൻ്റെ വാല്യൂ എപ്പോഴും 20 20 20. ഇതൊരു ഡൗട്ടും വേണ്ട. ഫസ്റ്റത്തെ കോളം ഒഴിവാക്കി, അത് എനിക്ക് എത്ര അറിയില്ലായിരുന്നു. അത് മാത്രമാണ് കൺഫ്യൂഷൻ ആയതെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒഴിവാക്കിയിരുന്ന കൊടുക്കണം. 20 അല്ലടാ എപ്പോഴും, ഫസ്റ്റ് കോളത്തിൽ എപ്പോഴും 20. അതൊന്നും ഡൗട്ടേ വേണ്ട. ഇനീഷ്യൽ എപ്പോഴും 0. ഇതൊക്കെ കോൺസെപ്റ്റ്, ഇതൊക്കെ എപ്പോഴും സെയിമാ. അത് ഏത് ബേസ് എന്നാലും ഏത് ആസിഡ് എന്നാലും ഇതൊക്കെ സെയിം. ഫൈനൽ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ, നിങ്ങൾക്ക് എത്രയാണോ വാല്യൂ കിട്ടിയത് അത് ഏകദേശം നിങ്ങൾക്ക് ഒരു 20-ൻ്റെയോ 18-ൻ്റെയോ ഒക്കെ അടുത്താണ് കിട്ടിയെങ്കിൽ ആ വാല്യൂ. ഫോർ എക്സാമ്പിൾ എനിക്ക് ഫസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 19.1. റെഡി. സെക്കൻഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചങ്ങ് കൂടി അല്ലെങ്കിൽ കുറച്ചങ്ങ് കുറഞ്ഞു, എന്തോ ആയിക്കോട്ടെ. എനിക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 19.3. തേർഡ് ചെയ്തപ്പോഴും 19.3. എപ്പോഴാണോ കറക്റ്റ് വാല്യൂ ഒരുപോലെ അടുപ്പിച്ച് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ നിർത്തണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 19.3 കിട്ടി, സെക്കൻഡ് പ്രാവശ്യം 19.3 കിട്ടിയെങ്കിൽ അവിടെ നിർത്താം. ആദ്യത്തെ പ്രാവശ്യം 19.1, പിന്നെ 19.3, പിന്നെ 18.6, പിന്നെ അപ്പോൾ എവിടെയാണോ പിന്നെ 18.6, അടുത്തതാണ് 18.6 എങ്കിൽ 4 പ്രാവശ്യം ചെയ്യും. അപ്പോൾ പരമാവധി 2 പ്രാവശ്യം തന്നെ ചുരുക്കി നിർത്താൻ ശ്രമിക്കുക. പരമാവധി അത്ര തന്നെ കിട്ടും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ 19.3 കിട്ടി, രണ്ടാമത്തെ പ്രാവശ്യം 19.3 കിട്ടി. എവിടെയാണോ അടുപ്പിച്ച് വാല്യൂ കിട്ടുക അതിനെയാണ് കൺകോർഡൻറ്റ് വാല്യൂസ് എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് ടൈമിൽ ഞാൻ ചെയ്തപ്പോൾ 19.3, തേർഡ് ടൈമിൽ ഞാൻ ചെയ്തപ്പോൾ 19.3 എനിക്ക് കിട്ടി. സോ വോളിയം ഓഫ് HCl തന്നെ ഇത് തന്നെ വോളിയം ഓഫ് HCl 19.1, 19.3, 19.3. ഇനി അത് കോളം അതറിയില്ല എന്ന് ഒഴിച്ചിടാൻ നിൽക്കണോ? കിട്ടുന്നുണ്ടായിരുന്നു, ഒഴിച്ചിടരുത്. കാരണം ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഇവിടെ 0 അല്ലേ എപ്പോഴും. അപ്പോൾ എപ്പോഴും കുറച്ച് ഇതേ വാല്യൂ തന്നെ കിട്ടും. സോ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ കോളം. ഇത് കണ്ട് എഴുതി കഴിയുമ്പോൾ തന്നെ സാറിന് ഈ സ്റ്റുഡൻറ്റ് കൊള്ളാലോ, ഒരു മാർക്ക് കിട്ടുമല്ലോ. ഇതാ എഴുതി കൊടുക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ അല്ലേ? നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഫസ്റ്റ് വരേണ്ടത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻ അതാ സാറേ പ്രശ്നം, അത് ഞങ്ങൾക്ക് അറിയില്ല. ഒരു ഡൗട്ടും വേണ്ട, സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ 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 ഈസി. സോ ഇത് നിങ്ങൾ എഴുതിയെടുത്തല്ലോ. ദെൻ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ മക്കളെ ആദ്യം കാൽക്കുലേഷൻ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 ഇക്വേഷൻ മക്കളങ്ങ് പഠിച്ചു വെക്കണം. ഒന്ന് നോർമാലിറ്റിയുടെ ഇക്വേഷൻ. ഇതൊന്നും എനിക്ക് വേണ്ടി പഠിച്ചതാടാ, 40 മാർക്ക് കിട്ടാനുള്ളതല്ലേ. ഒരു 2 ഇക്വേഷൻ പഠിച്ചാൽ മുടക്കൊന്നുമില്ലല്ലോ, 40 മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നോർമാലിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടത് മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. നോർമാലിറ്റിയുടെ ഇക്വേഷൻ എനിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടാ. നോർമാലിറ്റിയുടെ ഇക്വേഷൻ മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. പഠിച്ചേ? നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. പഠിച്ചേ? ദെൻ മറ്റൊരു ഇക്വേഷൻ, ഒറ്റ ഇക്വേഷൻ കൂടെ എനിക്ക് പഠിച്ചുകൊണ്ടാ. ഒന്ന് ഇതാണ് ഇക്വേഷൻ, NA ഇൻറ്റു VA ഈക്വൽ ടു NB ഇൻറ്റു VB. ആഹാ കൊള്ളാലോ. NA ഇൻറ്റു VA ഈക്വൽ ടു NB ഇൻറ്റു VB. ഇതിൽ A കൊണ്ട് സാർ ഉദ്ദേശിച്ചത് ആസിഡ്, B കൊണ്ട് സാർ ഉദ്ദേശിച്ചത് ബേസ്. ചില ആളുകളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് N1 V1 = N2 V2. എന്തായാലും കുഴപ്പമില്ല.
കൊണ്ട് ഉദ്ദേശിച്ച നോർമാലിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ബേസ് ഇൻറ്റു വോളിയം ഓഫ് ബേസ്. ഇതാണ് ആ ഇക്വേഷൻ. NaVa ഈക്വൽ ടു NbVb. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചെന്ന് ഉറപ്പിച്ചോ എങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ തകർത്തു. സെറ്റായിട്ട് കിട്ടും, ഉറപ്പ്, ഐ എം ഷുവർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, കാൽക്കുലേഷൻ തുടങ്ങുകയാണേ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണിത്, ഫസ്റ്റ് ഇക്വേഷൻ. അതങ്ങ് എഴുതിയെടുക്കുക. ഞാനങ്ങ് എഴുതിയെടുക്കുകയാണ്. നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഈക്വലന്റ് മാസ്. കാണുന്ന സാറിന് ഇങ്ങനെ ടിക്കറ്റാകുമ്പോൾ മാർക്ക് അങ്ങ് തരാൻ തോന്നണം. നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഈക്വലന്റ് മാസ്. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വാല്യൂ തന്നത്. ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ ഉണ്ടാവും, മാസ് പെർ ലിറ്ററിൻ്റെ വാല്യൂ. ഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ മാസ് പെർ ലിറ്റർ. ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ ഉണ്ടാവും, മാസ് പെർ ലിറ്റർ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവും. സോ ആ മാസ് പെർ ലിറ്റർ എന്നുള്ള വാല്യൂ നിങ്ങൾ ഇവിടെ എഴുതിയെടുക്കുന്നു. എവിടെ എഴുതുന്നു? ഇതിലും നിങ്ങൾക്ക് മാസ് പെർ ലിറ്റർ വേണമല്ലോ. അപ്പം മാസ് പെർ ലിറ്റർ ഈക്വൽ ടു 3.7 ഗ്രാം പെർ ലിറ്റർ എഴുതിയേ. ദെൻ ഇക്വലന്റ് മാസ് എത്ര? അത് നമ്മൾ തമ്മിൽ തെറ്റും. ഇക്വലന്റ് മാസ് തെറ്റിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് തന്നത് ആരെയാ? ആ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. ആ 3.7 എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് തന്ന ആരെയാ? HCl. അപ്പം HClലിൻ്റെ ഇക്വലന്റ് മാസ്. HClന്റെ ഇക്വലന്റ് മാസ് കാണാൻ ഞാൻ വേറെ തന്നെ പറഞ്ഞുതരാം. ഇക്വലന്റ് മാസ് സിമ്പിളാണ്. സംഭവം തമ്മിലെല്ലാം കൂടെ ആഡ് ചെയ്താൽ അവരുടെ മാസ് ആഡ് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി അങ്ങനെ ആഡ് ചെയ്ത് ഒക്കെ പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ പഠിച്ച് പോയാൽ മതി. Hന്റെ മാസ് 1 ആണ്, Clന്റെ മാസ് 35.5 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 36.5 എന്ന് കിട്ടും. സോ ഇക്വലന്റ് മാസ് ഓഫ് HCl. ഇപ്പം മാസ് പെർ ലിറ്റർ 3.7 ഗ്രാം പെർ ലിറ്റർ ആണ് HClനെ സംബന്ധിച്ച്. അപ്പോൾ HClനെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, HClന്റെ മാസ് പെർ ലിറ്റർ 3.7. കാരണം HClന്റെ വാല്യൂ ആണല്ലോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. അതിൻ്റെ ഇക്വലന്റ് മാസ് അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, എവിടെയും തന്നിട്ടുണ്ടാവില്ല. മക്കൾ എഴുതണം. എത്രയാണ്? 36.5. ഏകദേശം ഇവിടെ തന്ന വാല്യൂ ഉണ്ടല്ലോ 3.7, അത് പോയിന്റ് ഒഴിവാക്കിയാൽ 37. അതിനോട് അടുത്ത വാല്യൂ ആയിരിക്കും ഇക്വലന്റ് മാസ് 36.5. ചിലപ്പോൾ ഇവിടെ 3.7 ഇത് കണ്ടോ 36, ചിലപ്പോൾ ഇവിടെ 3.6 ആയിരിക്കും തരിക, 3.65 നോക്കി ആയിരിക്കും തരിക, 36.5. സോ എനിവേ ഇക്വലന്റ് മാസ് കിട്ടിയല്ലോ 36.5. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോർമാലിറ്റി ഓഫ് ആസിഡ് കണ്ടൂടെ, അഥവാ Na കണ്ടൂടെ. നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ Na കണ്ടൂടെ. സോ മാസ് പെർ ലിറ്റർ, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചു. മാസ് പെർ ലിറ്ററിൻ്റെ വാല്യൂ ഇക്വലന്റ് മാസും ചെയ്ത് ഡിവൈഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Na കിട്ടൂലേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3.7 ഡിവൈഡഡ് ബൈ 36.5 എന്ന് ചെയ്യും. കാൽക്കുലേറ്ററിൽ കൊടുക്കുന്നു. നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 0.10136 സംതിങ് 36 ഒക്കെ ആയിട്ട് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 4 വാല്യൂസ് എങ്കിലും എടുത്താൽ മതി. അപ്പോൾ 1 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ 6 ആയതുകൊണ്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 136 എന്നുള്ളതിനെ 14 എന്ന് എടുക്കുന്നു. 14 എന്താ കണ്ടുപിടിച്ചത്? നോർമാലിറ്റി, ആസിഡിൻ്റെ നോർമാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എഴുതുന്നു N. യൂണിറ്റ് എഴുതാൻ വിട്ടുപോകരുതേ. 0.1014 നോർമാലിറ്റി. ഫസ്റ്റത്തെ കാൽക്കുലേഷൻ്റെ ഫസ്റ്റ് പാർട്ട് മനസ്സിലായോ? എന്താ ചെയ്തത്? നമുക്കറിയുന്ന ഇക്വേഷനിൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി മാസ് പെർ ലിറ്റർ തന്നിട്ടുണ്ട്. ഇക്വലന്റ് മാസ് നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചു പോയിട്ടുണ്ട്. അത് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആസിഡിൻ്റെ നോർമാലിറ്റി കിട്ടി. റെഡി? ആ ആസിഡിൻ്റെ നോർമാലിറ്റി വെച്ചിട്ട് നമ്മൾ NaVa ഈക്വൽ ടു NbVb എന്ന ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ അപ്പുറത്ത് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ. നമുക്കറിയുന്ന ഇക്വേഷൻ ഏതാണ്? NaVa ഈക്വൽ ടു NbVb. ഇനി ഇതിൽ കിട്ടുന്ന ഓരോ സാധനങ്ങൾ നമ്മളങ്ങ് എടുത്തെഴുതുന്നു എക്സാമിനറെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. നോർമാലിറ്റി ഓഫ് ആസിഡ് അഥവാ HCl അല്ലേ? നിങ്ങൾക്ക് തന്ന ആസിഡ് ഏതാണോ അതങ്ങ് എഴുതിയാൽ മതി. ഞാനിപ്പോൾ ക്വസ്റ്റ്യനിൽ എടുത്തത് HCl ആയതുകൊണ്ട് നോർമാലിറ്റി ഓഫ് HCl എത്രയാണ് കിട്ടിയത്? 0.1014. ദെൻ വോളിയം ഓഫ് HCl. അയ്യോ, അതറിയില്ലല്ലോ സർ. അതാണ് നിങ്ങൾ ബ്യൂററ്റിൽ കണ്ടുപിടിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ബ്യൂററ്റിൽ കണ്ടുപിടിക്കുന്നത് വോളിയം ഓഫ് ആസിഡാണ്. നിങ്ങൾക്ക് കിട്ടിയ കോൺകോർഡന്റ് വാല്യൂ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ബ്യൂററ്റിൽ കണ്ടുപിടിക്കുന്നത്. ആസിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ഇത്രയും നേരം നിങ്ങൾ ടൈട്രേഷൻ ചെയ്തത്. സോ ആസിഡിൻ്റെ വോളിയം നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ നിങ്ങൾ എഴുതുന്നു 9.3 മില്ലി ലിറ്റർ. ദെൻ NB നോർമാലിറ്റി ഓഫ് ബേസ് അതറിയൂല.
അതാണ് കണ്ടുപിടിക്കേണ്ടത്. നോർമാലിറ്റി ഓഫ് ബേസ് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും ചെയ്തത് നിങ്ങൾക്ക് തന്ന ബേസിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വോളിയം ഓഫ് ബേസ് അറിയാമോ സാർ? അറിയാമല്ലോ. വോളിയം ഓഫ് ബേസ് അല്ലേ നമ്മൾ എപ്പോഴും ഏതൊരാൾക്കും ആസിഡിമെട്രി തന്നാലും ആൽക്കലിമെട്രി തന്നാലും വോളിയം ഓഫ് ബേസ് എപ്പോഴും 20. വോളിയം ഓഫ് ബേസ് എപ്പോഴും 20. കാരണം നമ്മൾ ഈ ടേബിളിൽ നമ്മൾ വോളിയം ഓഫ് NaOH എപ്പോഴും 20 ആണ് എടുക്കുക. അപ്പോൾ ഏതൊരാൾക്കും ഏതൊരു കാൽക്കുലേഷനിലും വോളിയം ഓഫ് ബേസ് എപ്പോഴും 20 ആയിരിക്കും. സോ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇതങ്ങ് കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നത്? NB അല്ലേ കണ്ടുപിടിക്കേണ്ടത്? NB നോർമാലിറ്റി ഓഫ് ബേസ്. NB എത്ര? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇക്വേഷൻ മാറ്റി എഴുതുന്നു. NB ഈക്വൽ ടു NB കണ്ടുപിടിക്കാൻ ഈ VB ഇങ്ങോട്ട് പോന്നാൽ പോരെ. സോ NA ഇൻറ്റു VA ഡിവൈഡഡ് ബൈ VB ചെയ്താൽ മതി. NA V എവിടെ ഉണ്ട്? VB താഴത്തോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലാവും. NAയുടെ വാല്യൂ 0.1014 ഇൻറ്റു വോളിയം ഓഫ് ആസിഡിൻ്റെ വാല്യൂ 19.3 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ബേസ് 20. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ്റെ സെക്കൻഡ് പാർട്ടായ ബേസിൻ്റെ നോർമാലിറ്റി കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കിക്കേ മക്കളെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എനിക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 0.0978. പിന്നെ 51 എന്ന് കിട്ടിയിട്ടുണ്ട്. 51 ഞാൻ എടുക്കുന്നില്ല, ഡിജിറ്റ് 4 വരെ മതി പോയിന്റ് കഴിഞ്ഞിട്ട്. 8 കഴിഞ്ഞിട്ട് 5 ആയതുകൊണ്ട് പിന്നെ റൗണ്ട് ചെയ്യുമ്പോഴും 8 തന്നെയാണ് നിൽക്കുക. സോ 0.0978 നോർമാലിറ്റി എന്ന് കിട്ടി. എനിക്ക് മനസ്സിലായോ? സോ അത്രയും ഭാഗങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞേ നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി ചെയ്യണേടാ. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നോർമാലിറ്റി വെച്ചിട്ട് ആസിഡിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിച്ചു. ആ ആസിഡിൻ്റെ നോർമാലിറ്റി വെച്ചിട്ട് ബേസിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിച്ചു. ഇനി വീണ്ടും അഗൈൻ അപ്പോൾ 2 പാർട്ട് ഞാൻ ചെയ്തു. ഇനി തേർഡ് പാർട്ടോടുകൂടി നമുക്ക് ആൻസർ കിട്ടാൻ പോകണം. തേർഡ് പാർട്ടിൽ അഗൈൻ ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുന്നു. അതെന്തിനാ സാറേ എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പാർട്ടിൽ ഞാൻ HClൻ്റെ നോർമാലിറ്റിയാണ് കണ്ടുപിടിച്ചത്. വിച്ച് മീൻസ് HCl വെച്ചിട്ടാണ് ചെയ്തത്, ആസിഡിനെ വെച്ചിട്ടാണ് ചെയ്തത്. വീണ്ടും ഞാൻ നോർമാലിറ്റിൻ്റെ ഇക്വേഷൻ എടുക്കുന്നത് ഇനി ബേസിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. വെരി വെരി സിമ്പിൾ. ഒന്നുമില്ല, നിങ്ങളൊന്നും ആലോചിച്ച് പ്രയാസപ്പെടണ്ട. നിങ്ങൾ ഇത്രയും ചെയ്തല്ലോ, സെക്കൻഡ് പാർട്ട് വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തേർഡ് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ വീണ്ടും ആ ഇക്വേഷൻ എഴുതുന്നു. ഏത് ഇക്വേഷൻ? നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. അപ്പോൾ നിങ്ങൾ ഇത് എഴുതുമ്പോൾ തന്നെ ഇത് ഞങ്ങൾ ആദ്യം എഴുതിയാണല്ലോ, നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവും. ഇതെന്തിനാ സെക്കൻഡ് ടൈം എഴുതുക വെച്ചാൽ ആദ്യം നമ്മൾ എഴുതിയത് ആസിഡിൻ്റെ ആയിരിക്കും, ആസിഡിനെ കുറിച്ചുള്ള പോയിന്റുകളായിരിക്കും. ഇനി ഈ ക്വസ്റ്റൻ എഴുതുന്നത് ബേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിച്ച് മീൻസ് നമ്മൾക്ക് ബേസിൻ്റെ നോർമാലിറ്റി അറിയാം. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് എഴുതുന്നത്? NaOHനെ കുറിച്ചാണ് ഇനി എഴുതാൻ പോകുന്നത്. അപ്പോൾ NaOHൻ്റെ നോർമാലിറ്റി നമുക്കറിയാം. നോർമാലിറ്റി ഓഫ് NaOH നമുക്കറിയാം. അതങ്ങ് എഴുതിയെടുക്കുക ആദ്യം. നോർമാലിറ്റി ഓഫ് NaOH നമുക്കറിയാം. ഇപ്പം കിട്ടിയ വാല്യൂ, ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എത്ര? ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 0.0978 നോർമാലിറ്റി. ഇതാണ് നമുക്ക് കിട്ടിയ നോർമാലിറ്റിയുടെ വാല്യൂ. ദെൻ ഇക്വലന്റ് മാസ്, അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇക്വലന്റ് മാസ് നമുക്കറിയാം. NaOHൻ്റെ വാല്യൂ എല്ലാം കൂടെ കൂട്ടിയാൽ NAയുടെ 23, ഓക്സിജൻ്റെ 16, Hൻ്റെ 1 ആഡ് ചെയ്താൽ നമുക്ക് 40 ഗ്രാം കിട്ടും. ഇക്വലന്റ് മാസിനെ കുറിച്ച് ബേജാറാവല്ലേ, ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ വൈകാതെ തന്നെ പറഞ്ഞുതരാം. ഇക്വലന്റ് മാസ് 40 ഗ്രാം. എടാ, ഈ ഇക്വേഷനിൽ നോർമാലിറ്റിയും കിട്ടി, ഇക്വലന്റ് മാസും കിട്ടി. അപ്പോൾ ആരായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക? മാസ് പെർ ലിറ്റർ. വെരി സിമ്പിൾ. മാസ് പെർ ലിറ്റർ ഓഫ് NaOH. മാസ് പെർ ലിറ്റർ ഓഫ് NaOH. മാസ് പെർ ലിറ്റർ ഓഫ് NaOH ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ നോർമാലിറ്റിയും ഇക്വലന്റ് മാസും കൂടെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ പോരെ? മതി. അപ്പോൾ മാസ് പെർ ലിറ്റർ ഓഫ് NaOH ചെയ്യാൻ നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ് ചെയ്താൽ പോരെ? ഇപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? നോർമാലിറ്റിയും ഇക്വലന്റ് മാസും വെച്ച് നമ്മൾ NaOHൻ്റെ മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാൻ പോവാണ്. നോർമാലിറ്റി എത്രയാണ്? 0.0978. ഇക്വലന്റ് മാസ് എത്രയാണ്? 40. അത് ചെയ്ത് കഴിഞ്ഞാൽ 0.0978 ഇൻറ്റു 40 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.912 ഗ്രാം പെർ ലിറ്റർ.
യൂണിറ്റുകൾ മറന്നു പോയത്. എങ്ങനെയാണ് സാർ യൂണിറ്റ് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. ക്വസ്റ്റ്യനിൽ മാസ് പെർ ലിറ്റർ എന്ന മാസ് പെർ ലിറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഗ്രാം പെർ ലിറ്റർ ആയിരിക്കും യൂണിറ്റ്. 3.912 ഗ്രാം പെർ ലിറ്റർ. ഒരൊറ്റ പോയിന്റും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇത്രയും സിമ്പിളാണ് നമ്മുടെ കാൽക്കുലേഷൻ, വോളിയോമെട്രിയുടെ കാൽക്കുലേഷൻ. അത് എഴുതി കൊടുത്ത 15 മാർക്സ്, പിന്നെ ആദ്യം കിട്ടിയ 3 മാർക്ക്, അങ്ങനെ 18 മാർക്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോക്കറ്റിൽ അങ്ങ് വീഴും. ഒരൊറ്റ പോയിന്റ് കൂടെ നമുക്ക് എഴുതാനുള്ളൂ. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? വെരി സിമ്പിൾ. ലാസ്റ്റ് നമ്മളിതാ ഇപ്പം കിട്ടിയ വാല്യൂ അല്ല നിങ്ങൾ കാണിക്കേണ്ടത്. അതിന് പകരം ഇനി നിങ്ങൾ എഴുതേണ്ടത് ദ മാസ് ഓഫ് NaOH, ദി മാസ് ഓഫ് NaOH ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ, in the whole of the given solution. Mass of NaOH in the whole of the given solution. തന്ന സൊല്യൂഷനിൽ ടോട്ടൽ സൊല്യൂഷനിലുള്ള NaOHന്റെ മാസ് കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ അവസാനം കിട്ടിയ മാസില്ലേ അതിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. മാസ് പെർ ലിറ്ററിനെ ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. അഥവാ 3.912 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 0.3912 ഗ്രാം. അതാ കിട്ടേണ്ടത്. തൊട്ടുമ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാം പെർ ലിറ്റർ ആണ്, നിങ്ങൾക്ക് കിട്ടേണ്ടത് ഗ്രാം ആണ്. 0.3912 ഗ്രാം. അവസാനം നിങ്ങൾ ആ സന്തോഷത്തിൽ, ഇതെല്ലാം കിട്ടിയ സന്തോഷത്തിൽ മക്കളെ ഇതെഴുതാൻ മറക്കരുത്. ആവേശത്തിൽ ഇതങ്ങ് ആൻസർ ഷീറ്റ് കൊണ്ടേ കാണിക്കരുത്. റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ എഴുതി കൊടുക്കണം. ആ സാർ തൊട്ടുമുമ്പ് ഞങ്ങൾ അതല്ല എഴുതി കൊടുത്തത്. എന്നാൽ ഇതൊക്കെ അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ഭാഗമാണ് മക്കളെ. റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വാശിക്ക് എഴുതാണ്ടിരിക്കരുത്. റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം ദ മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. ഒന്നും കൂടെ റിപ്പീറ്റ് അങ്ങ് എഴുതുക. ദ മാസ് ഓഫ് NaOH ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ, ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ, ഗിവൺ സൊല്യൂഷൻ എന്ന് എഴുതിയിട്ട് എഴുതണം. എന്ത്? 0.3912 ഗ്രാം. ഇതുണ്ട്. കാണുന്നതോടുകൂടി സാറങ്ങ് ടിക്കങ്ങ് തരണം. ക്ലിയർ? കാൽക്കുലേഷൻ ക്ലിയർ ആണോ? 2 ഇക്വേഷൻ. നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ്. ദെൻ പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് NaVa ഇൻറ്റു NbVb. ആദ്യം നിങ്ങൾക്ക് തന്ന വാല്യൂവിനനുസരിച്ച് NaVa ഈക്വൽ ടു NbVb വരെ ചെയ്യും. എന്നിട്ട് ആ കിട്ടിയ NB വെച്ചിട്ട് വീണ്ടും നോർമാലിറ്റി ഈക്വൽ ടു മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് എന്ന് മാസ് പെർ ലിറ്റർ കാണും. ആ മാസ് പെർ ലിറ്ററിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യുവർ ആൻസർ വിൽ ബി ഹിയർ. സോ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട്, സാറ് ഞങ്ങൾക്ക് ആ ഇക്വേഷൻ ഇക്വലന്റ് മാസ് കൊടുക്കണമല്ലോ, അത് ഞങ്ങളെ കുഴപ്പിക്കുമല്ലോ. ഇക്വലന്റ് മാസ് ഞങ്ങൾ എങ്ങനെ കൊടുക്കും സാർ? ഇക്വലന്റ് മാസ് ഞങ്ങൾ കൊടുക്കണമല്ലോ. കുറച്ച് ഇക്വലന്റ് മാസ് അങ്ങ് പഠിച്ചു വെച്ചോടാ. ഇതാ കുറച്ച് ഇക്വലന്റ് മാസ് സാറ് തന്നിട്ടുണ്ട്. കുറച്ച് ഇക്വലന്റ് മാസ് അങ്ങ് പഠിച്ചു വെച്ചോടാ. കുറച്ച് ഇക്വലന്റ് മാസ് പഠിച്ചു വെച്ചോ. HCl ഇക്വലന്റ് മാസ് 36.5. ഇതിൻ്റെയൊക്കെ ഇക്വലന്റ് മാസ് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയോ? 36.5 എന്ന് പറയുന്ന ഇക്വലന്റ് മാസ് കിട്ടുന്നത് ജസ്റ്റ് Hന്റെ വാല്യൂ സിഎലിൻ്റെ അറ്റോമിക് മാസും കൂടെ ആഡ് ചെയ്യുന്നതാണ്, മോളാർ മാസും കൂടെ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ചില ഇക്വലന്റ് മാസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ H2SO4 ഈ H2 എന്ന് പറയുമ്പോൾ 2H ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കാറ്റിയോണിൻ്റെ ചാർജ് 2 ആണ്, +2 ആണ്. അപ്പോൾ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വിച്ച് മീൻസ് H2SO4 ടോട്ടൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക, H2SO4ൻ്റെ ടോട്ടൽ മോളാർ മാസ് നിങ്ങൾക്ക് ആഡ് ചെയ്താൽ കിട്ടുക 98 ഗ്രാമാണ്. 98 ഗ്രാം പെർ മോളാണ്. ഒരു മോളിൻ്റെ മാസ് 98 ഗ്രാമാണ്. പക്ഷെ ഇവിടെ 49 എഴുതാനുള്ള കാരണം ഇക്വലന്റ് മാസ് കിട്ടുക. ഇക്വലന്റ് മാസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ചെയ്തത് 98നെ H2SO4 2H+ ഉണ്ട്. അഥവാ ഒരു Hൻ്റെ ചാർജ് 1+, 2Hൻ്റെ ചാർജ് 2+. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് ഇക്വലന്റ് മാസ് ആവുക. 98/2 ചെയ്തപ്പോഴാണ് 49 കിട്ടിയത്. അങ്ങനെയാണ് ആ വാല്യൂ കിട്ടിയതെന്നർത്ഥം. ബാക്കി എല്ലാ വാല്യൂസും അങ്ങനെ തന്നെ കിട്ടിയത്. ഇവിടെ നോക്കിയേ, H2SO4ൻ്റെ വാല്യൂ, HNO3ൻ്റെ വാല്യൂ 63, H2C2O4.2H2ൻ്റെ വാല്യൂ ഇതിൻ്റെ ഡബിളാണ്, 63യുടെ ഡബിളാണ്. അത് നോക്കിയാൽ 126 ഗ്രാമാണ് ഇതിൻ്റെ വാല്യൂ. ഓക്സാലിക് ആസിഡാണ് കേട്ടോ. ഇത് ഓക്സാലിക് ആസിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓക്സാലിക് ആസിഡാണ് തരുന്നതെങ്കിൽ ഇത് തരുന്നത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വൈവേയിൽ ചിലപ്പോൾ ചില ഇക്വലന്റ് മാസ് ചോദിച്ചാൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ H2C2O4 ഓക്സാലിക് ആസിഡിൻ്റെ ടോട്ടൽ വാല്യൂ ആഡ് ചെയ്താൽ കിട്ടുന്നത് 126 ആണ്. 2Hൻ്റെ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. NaOH ടോട്ടൽ ആഡ് ചെയ്താൽ 40 കിട്ടും. HNO3 ടോട്ടൽ ചെയ്താൽ 63 കിട്ടും. KOH ടോട്ടൽ ആഡ് ചെയ്താൽ 56 കിട്ടും. Na2CO3 ടോട്ടൽ ആഡ് ചെയ്താൽ Na2 2 NA ഉണ്ട്. Na2CO3 ടോട്ടൽ ആഡ് ചെയ്താൽ 106 കിട്ടും. അതിൻ്റെ പകുതി 53. അതേപോലെ ഇവിടെയും K2CO3 രണ്ടെണ്ണമാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം H2SO4, H2C2O4, Na2, K2 അവിടെയൊക്കെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും.
ഓക്കെ, ഇതങ്ങ് മറക്കാതെ ഓർത്ത് വെച്ചുകൊണ്ട് അതുപോലെ തന്നെ HNO3യുടെയും ഓക്സാലിക് ആസിഡിൻ്റെയും ഈക്വലൻ മാസ് ഈക്വലാണ് 63 അതും കൂടെ നോട്ട് ചെയ്യുക. HNO3യുടെ ഈക്വലൻ മാസും ഓക്സാലിക് ആസിഡിൻ്റെ ഈക്വലൻ മാസും HNO3 എന്നാൽ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് 63 ഗ്രാമാണ് രണ്ടിൻ്റെയും. ഈ ഈക്വലൻ മാസും കൂടെ ഉണ്ട് വൈവക്കും കൂടെ വേണ്ടിയിട്ടും അതുപോലെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ മൈൻഡിൽ അങ്ങ് സെറ്റ് ആക്കിക്കോ. KOH അറിയാലോ 56, Na2CO3 53, K2CO3 69. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ആർക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോരുത്തരുടെ മാസങ്ങൾ പഠിച്ചു വെച്ചാൽ ടോട്ടൽ ആഡ് ചെയ്താലും മതി, അങ്ങനെ ആയാലും നിങ്ങൾക്ക് കിട്ടും. സോ എനിവേ ഈ ഭാഗം പഠിക്കാണ്ട് പോകരുത്, ഇതും കൂടെ ഒന്ന് പഠിച്ചോണം. സോ മക്കളെ, ഇത്രയാണ് നിങ്ങൾ ഇക്വലൻ മാസമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മക്കളെ, ചെറിയൊരു കാര്യം കൂടെ, ഇൻഡിക്കേറ്ററായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ. ഇൻഡിക്കേറ്റർ നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? ഫിനോൾഫ്തലീനാണ്. ചില കേസിൽ മീഥൈൽ ഓറഞ്ചും ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ചേർത്തുകൊണ്ടുള്ള റിയാക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കുറവായിരിക്കും, നിങ്ങൾക്ക് അധികവും ഫിനോൾഫ്തലീൻ ആയിരിക്കും. പക്ഷേ അഥവാ വൈവായിട്ട് ബന്ധപ്പെട്ട് മീഥൈൽ ഓറഞ്ച് എപ്പോഴാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരൊറ്റ പോയിന്റ്, മീഥൈൽ ഓറഞ്ച് ചേർക്കുന്നത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും വരുന്ന കേസിലാണ്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും വരുന്ന കേസിലാണ്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും വരുന്ന കേസിലാണ്. ഓർത്ത് വെക്കാൻ വേണ്ടി എന്നെങ്കിലും കണ്ടു എന്ന് ഒരു ട്രിക്ക് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. സ്ട്രോങ് ആസിഡും വീക്ക് ബേസുമാണ് മീഥൈൽ ഓറഞ്ച്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും വരുന്ന കേസിലാണ് മീഥൈൽ ഓറഞ്ച് സാധാരണ കേസിൽ ചേർക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സോമീന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ സോമീ എന്നെ കണ്ടു, മീഥൈൽ ഓറഞ്ച്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ഫോർ മീഥൈൽ ഓറഞ്ച്, സോമി. അത് മറന്നു പോകാണ്ടിരിക്കുക. ബാക്കി എല്ലാ കേസിലും നിങ്ങൾക്ക് ഫിനോഫ്തലീൻ ചേർക്കാം. പിന്നെ രണ്ടും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാളെയും ചേർക്കാം, മീഥൈൽ ഓറഞ്ചും ചേർക്കാം, ഫിനോഫ്തലീൻ ചേർക്കാം. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചേർക്കാം? ഫിനോഫ്തലീൻ ഓർ നിങ്ങൾക്ക് ഫിനോഫ്തലീൻ ഓർ മീഥൈൽ ഓറഞ്ച് ചേർക്കാം. ഓക്കെ, ഫിനോഫ്തലീൻ ഓർ മീഥൈൽ ഓറഞ്ച് ചേർക്കാം. പക്ഷെ പഠിച്ചെടുക്കേണ്ട എങ്ങനെയാണ്? ഇതൊന്നും വേണ്ട. സ്ട്രോങ് ആസിഡും വീക്ക് ബേസ്, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച്. ബാക്കി എല്ലാ കേസിലും നിങ്ങൾക്ക് ഫിനോഫ്തലീൻ ചേർക്കാം. ഇതല്ലാത്ത എല്ലാ കേസിലും ഫിനോഫ്തലീൻ ചേർക്കാം. പിന്നെ രണ്ടും ചേർക്കാൻ പറ്റുന്ന കേസ്, രണ്ടും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി മക്കളെ, ഇതിൻ്റെ കളർ ചേഞ്ച് എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതും കൂടെ ഒന്ന് പഠിച്ചോ. ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് അറിയാലോ. ആസിഡിലാണെങ്കിൽ, ആസിഡിലേക്ക് നിങ്ങൾ ഫിനോഫ്തലീൻ ചേർത്താൽ നിങ്ങൾക്ക് ഒരു കളറും കിട്ടൂല, കളർലെസ് ആയിരിക്കും. അതുകൊണ്ടാണ് ബ്യൂററ്റിന് ആസിഡ് വീണ് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ പിങ്ക് കളർലെസ് ആവുന്നത്. പക്ഷേ ബേസിലേക്കാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ കളർ പിങ്ക് കളറായിട്ട് മാറും. സോ ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച്, ആസിഡിലാണെങ്കിൽ കളർലെസ്, ബേസിലാണെങ്കിൽ പിങ്ക്. അപ്പോൾ ബേസിലേക്ക് ചേർത്താൽ നിങ്ങൾ ബേസിലേക്ക് ചേർക്കുന്നു ഫിനോഫ്തലിൻ, അപ്പോൾ പിങ്ക് ആവുന്നു. പിന്നെ ആസിഡ് ബ്യൂററ്റിൻ ചേർത്ത് അത് കളർലെസ് ആക്കുന്നു. ഓക്കെ, ഇനി മീഥൈൽ ഓറഞ്ച് ആണെങ്കിലോ? മീഥൈൽ ഓറഞ്ച് ആണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ ആസിഡിലാണെങ്കിൽ ഓറഞ്ച് റെഡ്, ആസിഡിലാണെങ്കിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ ഓറഞ്ച് റെഡ്, ബേസിലാണെങ്കിൽ അതിൻ്റെ കളർ ഗോൾഡൻ യെല്ലോ. അതും കൂടെ ഒന്ന്, ഇതൊക്കെ വൈവക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആസിഡിലാണെങ്കിൽ ഓറഞ്ച്, ആസിഡാണെങ്കിൽ റെഡ്, ആസിഡാണെങ്കിൽ റെഡ്. അപ്പോൾ ഓറഞ്ച് റെഡ് വരുന്നത് ആസിഡിൽ, ഗോൾഡൻ യെല്ലോ വരുന്നത് ബേസിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ പഠിച്ചെടുത്തോളുക. അപ്പം വോളിയോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും നിങ്ങൾ എഴുതി കൊടുത്തു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും നിങ്ങൾ എഴുതി കൊടുത്തു. ആദ്യം നിങ്ങൾ അത് ചെയ്തു. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ എഴുതി കൊടുത്തു. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? സോൾട്ട്. ചില ആളുകൾ ഇപ്പോൾ സോൾട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സോൾട്ടും ചെയ്ത് കഴിഞ്ഞു. സോൾട്ട് എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. പ്രിലിമിനറി അനാലിസിസും ചെയ്തു, ആനിയോണും ചെയ്തു, കാറ്റയോണും ചെയ്തു. സോൾട്ട് നിങ്ങൾക്ക് കിട്ടി. എങ്ങനെ എഴുതും? സോൾട്ട് കിട്ടിയാൽ മാർക്കില്ല. സോൾട്ട് കിട്ടി എഴുതുന്നതിനാണ് ഈ 16 മാർക്സ് നിങ്ങൾക്ക് തരുന്നത്. എങ്ങനെ എഴുതും? ആ എഴുതാനുള്ള പണികളാണ് ഇനി നെക്സ്റ്റ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോൾട്ട് അനാലിസിസ് എങ്ങനെ എഴുതാം.